സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രക്കിംഗ് ആണ് അഗസ്ത്യർകൂടം. 3 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ് സ്വപ്നമൊക്കെ ആയിരുന്നു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ ഒരു ട്രക്കിങ്ങിന് ഇനിയും 15 ദിവസത്തോളം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തെ ബോണക്കാടുള്ള ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷനിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പാഴ്സലും വാങ്ങി ഞങ്ങൾ നേരെ ബോണക്കാട്ടേക്ക് എത്തി. ഇവിടുത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള 3 ദിവസം ഫുള്ളി ഓഫ്ലൈനായിട്ട് ആനയും കരടിയും കടുവയും ഒക്കെ ഉള്ള ഈ ഒരു കാടിന്റെയും പ്രകൃതിയുടെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ പോവുകയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യർകൂടം. ജൈവ വൈവിധ്യങ്ങളുടെയും ഏകദേശം 2000-ഓളം വരുന്ന മെഡിസിനൽ പ്ലാന്റ്സിന്റെയും കലവറ കൂടെയാണ് ഇവിടെ. 200-ഓളം വരുന്ന റെയർ സ്പീഷീസ് ആയിട്ടുള്ള പക്ഷികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ദൂരം കൂടുന്തോറും കാടിന്റെ ഡെൻസിറ്റിയും കൂടി വന്നു. ഇത്രയും ഭംഗിയുള്ള ഒരു കോൺട്രാസ്റ്റിൽ കാടിനെ കാണുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസിന് പുറമെ ഭക്തിപരമായും ചരിത്രപരമായും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ചെറുതും വലുതുമായ 36-ഓളം വെള്ളച്ചാട്ടങ്ങളും 6 ക്യാമ്പുകളും കടന്ന് ഏകദേശം 16 കിലോമീറ്റർ കവർ ചെയ്ത് അതിരമല ബേസ് ക്യാമ്പ് വരെയാണ് ഇന്നത്തെ നമ്മുടെ ട്രക്കിംഗ്. പോകുന്ന വഴിയിൽ അനിമൽ സൈറ്റിങ്സ് ഒന്നും കണ്ടില്ലെങ്കിലും കരടിയോ ചെന്നൈയോ വേട്ടയാടിയ ഒരു മാൻകുട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഭംഗിക്ക് പുറമെ ഈ കാടിനുള്ള ഒരു ഭീകരത മനസ്സിലാക്കാൻ പറ്റും. ദിവസമുള്ള വർക്കൗട്ടിന്റെ ഉപയോഗം എന്തായിരുന്നെന്ന് ഇന്നത്തെ ട്രക്കിംഗ് കൊണ്ട് ശരിക്കും മനസ്സിലായി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അതിരമല ബേസ് ക്യാമ്പിലെത്തി. വന്ന പാടെ ഇവിടെ നിന്ന് ഒരു കുളിയും പാസാക്കി ഒരു കട്ടനും കുടിച്ചു. ബേസ് ക്യാമ്പിലെ ആകെ നെറ്റ്വർക്ക് കിട്ടുന്നൊരു സ്പോട്ടാണിത്. ഇവിടെ നിന്ന് തന്നെ തൊട്ടു മുന്നിലായിട്ട് തലയുയർത്തി നിൽക്കുന്ന അഗസ്ത്യർകൂടം നമുക്ക് കാണാൻ പറ്റും. രാത്രിയിൽ ഈ കഞ്ഞിയും കുടിച്ച് പിറ്റേന്ന് രാവിലത്തെ ട്രക്കിങ്ങിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞങ്ങളെല്ലാവരും.